ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെറുപയറിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ്. ചെറുപയർ എങ്ങനെ നമുക്ക് നല്ല സ്വാദോട് കൂടെ ഒരു കറി ആയിട്ട് ഉണ്ടാക്കാം എന്നുള്ളതാണ്. നമ്മൾ സാധാരണ ചെറുപയർ തോരനൊക്കെ വെക്കാറുണ്ട്. പക്ഷേ ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ ചെറുപയർ കറിയിൽ ഞാൻ സവോളയൊന്നും യൂസ് ചെയ്യുന്നില്ല. വളരെ സിമ്പിളായിട്ട് എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെറുപയർ കറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് പെട്ടെന്നൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് 2 കപ്പോളമുള്ള ചെറുപയർ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. 2 കപ്പ് എന്ന് പറയുന്നത് ഒരു കപ്പ് 200 ml മെഷർമെൻറ്റ് കപ്പാണ് കേട്ടോ. അപ്പോൾ 2 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമുക്കിതൊന്ന് കഴുകി നന്നായിട്ടൊന്ന് വൃത്തിയാക്കി ഒന്ന് വെള്ളത്തിലിട്ടിട്ട് വരാം. ഇതാ ഞാനിപ്പോൾ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഇതിനകത്ത് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു രാത്രി മുഴുവനോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു 6-7 മണിക്കൂറൊന്ന് വെള്ളത്തിലിടാം. അപ്പോൾ ഇതാ ഇവിടെ ഒരു 7 മണിക്കൂറോളം ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അതായത് തലേദിവസമാണ് വെള്ളത്തിലിട്ടത്. അപ്പോൾ അത്യാവശ്യം കുതിർന്നിട്ടൊക്കെ ഉണ്ട്. ഇനി നമുക്കിത് കുക്കറിനകത്തോട്ട് ഞാനിതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. കുക്കറിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ അളവെന്ന് പറയുന്നത് ഞാൻ എടുക്കുന്നത് അതൊന്ന് മുങ്ങിക്കെടുക്കുന്ന രീതിയിൽ കറക്റ്റ് ആ ഒരു ലെവലിൽ അതാണ് ഞാൻ എടുക്കാറ്. അങ്ങനെ എടുക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് വെന്ത് കിട്ടുന്ന മാത്രമല്ല, അന്നേരം വെള്ളം ഉണ്ടാവില്ല കേട്ടോ. കറക്റ്റ് ആ വേവ് മാത്രമായിട്ടാണ് വരിക. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടെ വെള്ളം ചേർക്കാം. ഞാനിങ്ങനെ സാധാരണ ചെയ്യാറ് നികത്തി എടുക്കുന്ന രീതിയിലാണ് വെള്ളം എടുക്കാറ്. ഇനി ഇതിനകത്തോട്ട് ഞാനൊരു 1/2 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ചെറുതായി ഒന്ന് മിക്സ് ചെയ്തു. ഇനി നമുക്കിതൊന്ന് അടച്ച്, ഞാനിവിടെ 2 വിസിൽ ആണ് അടിക്കാൻ കൊടുക്കുന്നത്. അപ്പോൾ 2 വിസിൽ അടിച്ചതിന് ശേഷം തുറന്നു നോക്കാം. അപ്പോൾ ഇതാ 2 വിസിൽ അടിച്ചു. കണ്ടോ, ഞാൻ പറഞ്ഞില്ല ഇവിടെ കറക്റ്റായിട്ടാണ് നമ്മൾ ആ ഒരേ ലെവലിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ, നമുക്കിതിന് വേണ്ടുന്ന മസാല തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പം അതിനകത്തോട്ട് 2 ടേബിൾ സ്പൂണോളമുള്ള വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചെറുപയർ പരിപ്പ് എന്നൊക്കെ പറയുന്നത് ഒരു നാടൻ കറി ആയതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെ ഇരിക്കട്ടെ എന്ന് ഓർത്തു. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂണോളമുള്ള നല്ല ജീരകം അല്ലെങ്കിൽ ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അടുത്തത് ചേർക്കുന്നത് ഒരു 2 നുള്ളോളമുള്ള പെരുങ്കായപ്പൊടി, കായപ്പൊടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്, അത് ഞാൻ 2 നുള്ള് ചേർത്തിട്ടുണ്ട്. അത് കൂടരുത് കേട്ടോ, ജസ്റ്റ് 2 നുള്ള് മതി. പിന്നെ ചേർക്കുന്നത് 2 ഉണക്കമുളകാണ്. അതൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ചെറു തീയിലൊന്ന് ഇതിൻ്റെ ഒരു പച്ചമണം, ആ ഉണക്കമുളകിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂണോളമുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ പറഞ്ഞല്ലോ സവാളയൊന്നും ചേർക്കുന്നില്ല കേട്ടോ, നേരെ പൊടികൾ ചേർക്കുകയാണ്. ഇനി ഇതിനകത്തോട്ട് അടുത്തത് 1 ടീസ്പൂണോളമുള്ള മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളമുള്ള മുഴുവൻ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുഴുവൻ കുരുമുളകിന് പകരം നിങ്ങൾക്ക് കുരുമുളക് പൊടിയാണെന്നുണ്ടെങ്കിലും അങ്ങനെയാണെങ്കിലും ചേർക്കാം. ഇനി നമുക്ക് ഈ മസാലപ്പൊടികളൊക്കെ ചേർക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. എന്നാലാണ് അത് അടി പിടിക്കാതെ നമുക്ക് നന്നായിട്ട് തന്നെ അതിൻ്റെ പച്ചമണം ഒന്ന് മാറി കിട്ടത്തുള്ളൂ. അപ്പോൾ അതവിടെ ഇങ്ങനെ ലോ ഫ്ലെയിമിൽ ഇരിക്കുന്ന നേരം കൊണ്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിനകത്തോട്ട് 2 തക്കാളിയും 2 പച്ചമുളകും ഒന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ അരച്ചെടുക്കാനും പോയതാട്ടോ. അത് നന്നായിട്ടൊരു പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുത്ത് വരാം. അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1 ടീസ്പൂണോളമുള്ള ഇഞ്ചി ചതച്ചതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇഞ്ചി പേസ്റ്റും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്ത് ഞാൻ വെളുത്തുള്ളി എന്ന് പറയുന്ന ഒരു സംഭവം ചേർക്കുന്നില്ല. അപ്പോൾ ഇതിനകത്ത് ഞാൻ ചേർക്കാത്തത് വെളുത്തുള്ളിയും സവോളയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഇഞ്ചിയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതാ പച്ചമണക്കൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന 2 തക്കാളിയും 2 പച്ചമുളകിനും പേസ്റ്റ് ഞാൻ ഇതിനകത്തോട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഈ മിക്സിക്കകത്ത് നമുക്ക് ഇച്ചിരി പറ്റി പിടിച്ചൊക്കെ ഇരിക്കുന്നുണ്ടാവില്ല, അത് നമ്മൾ ലാസ്റ്റ് ഇതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ മിക്സിയുടെ ചെറിയ ജാറൊന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ തക്കാളി ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തക്കാളിയുടെ പച്ചമണം മാറണം. പച്ചമണം മാറിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ചെറുപയർ പരിപ്പ് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വരാം. അപ്പോൾ തക്കാളി ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് 1 ടീസ്പൂണോളമുള്ള കശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണിന് പകരം നിങ്ങൾക്ക് 1.5 ടീസ്പൂണോ 2 ടീസ്പൂൺ വരെയൊക്കെ ചേർക്കാം. നമ്മളൊരു നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ് കശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. എരിവിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഈ തക്കാളിയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതിൻ്റെ ഓയിലൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരാൻ തുടങ്ങും. ആ ഒരു സമയത്ത് നമുക്ക് ബാക്കിയുള്ള കാര്യം നോക്കാം. അതോടൊപ്പം തന്നെ ഞാൻ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഉപ്പും കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അല്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഓൾറെഡി ചെറുപയർ പരിപ്പിനകത്ത് ഉപ്പ് ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്ന് മനസ്സിൽ വെച്ചിട്ട് ഇവിടെ ഉപ്പ് ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്.
ഞാനിവിടെ തക്കാളിയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യമുള്ള വെള്ളമൊക്കെ വറ്റിയിട്ടുമുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമ്മുടെ മിക്സി ജാറിൽ നമ്മൾ തക്കാളി അടിച്ചു വെച്ചിരുന്ന മിക്സി ജാറിനകത്തോട്ട് അല്പം ഒരു 1/4 കപ്പോളം ഉള്ള ചൂടുവെള്ളം ചേർത്തിട്ട് ഞാനതൊന്ന് മിക്സിക്കൊന്ന് തുടച്ചെടുത്തിട്ട് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ മസാലയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കുറച്ചും കൂടെ ഒന്ന് ഗ്രേവി തിക്കാവാൻ വേണ്ടി, കുറച്ചും കൂടെ ഒന്ന് അധികം ഗ്രേവി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് വേണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഗ്രേവി നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഗ്രേവിയൊക്കെ ചെറുതായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ ചെറുപയർ പരിപ്പ് നമ്മൾ മിക്സിയിലല്ല കുക്കറിൽ അടിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ പരിപ്പ് ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് കൂടുതൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നല്ല തിളച്ച വെള്ളമാണെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളമോ മാത്രം ഒഴിക്കുക കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് മല്ലിയിലയുടെ ഫ്ലേവറൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം, കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇന്നിപ്പോൾ രണ്ടും ഉണ്ടായില്ല, അതുകൊണ്ടാണ് ഞാൻ രണ്ടും ചേർക്കാഞ്ഞത്. ഈ കറിവേപ്പിലൊക്കെ കൂടെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്പം കൂടെ സ്വാദ് നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂടുതലും ഒക്കെ ചേർക്കാം. ഞാനിവിടെ വളരെ കുറച്ചാണ് എരിവ് ചേർത്തിട്ടുള്ളത്. വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടെ കാശ്മീരി ചില്ലി പൗഡർ നിറം കിട്ടാനായിട്ട് ചേർക്കാമായിരുന്നു, പക്ഷേ ഞാൻ ചേർത്തിട്ടില്ല, ഇത്രയേ എടുത്തിട്ടുള്ളൂ. ഞങ്ങളിന്ന് ഉപ്പുമാവിന് വേണ്ടിയിട്ടാണ് ഈ ചെറുപയർ പരിപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒത്തിരി അങ്ങ് സ്പൈസ് ചെയ്യാനും പിള്ളേർക്ക് കഴിക്കാൻ ഇഷ്ടമല്ല. അപ്പോൾ അതാ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് ഇച്ചിരി കുറവായിരുന്നു. അപ്പോൾ അല്പം കൂടി ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചെറുപയർ പരിപ്പാണ്. ഇതിനു വേണ്ടി നമുക്ക് സവോളയുടെ ആവശ്യമൊന്നുമില്ല. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല, നല്ല സ്വാദാണ്. എല്ലാവരും ഒരു തവണയൊന്ന് ഉണ്ടാക്കി നോക്കുക. എപ്പോഴും ഒരേ തവണ നമ്മൾ ഈ ചെറുപയർ പരിപ്പ് കഴിച്ച് അല്ലെങ്കിൽ അതിൻ്റെ തോരൻ കഴിച്ചിട്ടൊക്കെ മടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഒപ്പം നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.